തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പരിശുദ്ധ മലങ്കര സഭയിൽ വിശുദ്ധ കുർബാന മധ്യേ കുർബാന നൽകുന്ന സമയത്ത് വൈദികൻ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന ഈ തീക്കട്ട നിനക്ക് നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധ കുർബാനയെ തീക്കട്ടയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ തീക്കട്ട ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തികൾ അവർ ജ്വലിക്കാൻ തുടങ്ങും. അവർ ജ്വലിക്കണം. എഫെസസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ വചനം കേട്ട് അവരുടെ ഹൃദയം ജ്വലിച്ചു, അപ്പം ഭക്ഷിച്ച് അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഈ അനുഭവമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കേണ്ടത്. ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം, ആ സ്നേഹം അങ്ങോട്ട് അത് വർദ്ധിച്ച് അതൊരു പ്രാന്ത് പോലെ മാറിക്കഴിഞ്ഞപ്പോൾ കർത്താവിനോടുള്ള ഒടുങ്ങാത്ത സ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന അത്യത്ഭുതകരമായ ചില രൂപാന്തരങ്ങൾ, ദൈവം അദ്ദേഹത്തെ വഴി നടത്തിയ അനുഭവങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുകയാണ്. ബ്രദർ ബിജു കുര്യാക്കോസ് ഇപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയയിൽ ജോലിയോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിലും വ്യാപൃതനായിരിക്കുന്നു. അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അങ്ങയുടെ ഈ കോട്ടിൽ ഒരു കുരിശടയാളമുണ്ട്. ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കുന്നതാണ്. 20 വർഷമായിട്ട് ഈ കുരിശ് ഉപയോഗിക്കുന്ന എല്ലാ യാത്രകളിലും മുഴുവൻ സമയം ഈ കുരിശ് ഉണ്ടാവും. ജോലി ചെയ്യുമ്പോഴും മുഴുവൻ സമയം ഈ കുരിശ് ഉണ്ടാവും. ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഉണ്ടാവും. ഒഫീഷ്യൽ യാത്രകളിലും എല്ലാം എപ്പോഴും ഉണ്ടാവും. എന്താണ് അങ്ങനെ ഒരു കുരിശ് ഇങ്ങനെ ഇതൊരു സാക്ഷ്യമായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഈ കുരിശിലൂടെ ഞാൻ എല്ലാ സമയവും പ്രഘോഷിക്കുവാണ്. ഞാൻ ഒരു കത്തോലിക്കനാണെന്നും ക്രിസ്തുവിശ്വാസമാണെന്നുള്ള ഒരു പ്രഘോഷണം തന്നെയാണ് ഈ കുരിശ് സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. ഇതിലൂടെ പലരും ചോദിക്കാറുണ്ട്, കാത്തലിക്, ക്രിസ്ത്യൻ. അപ്പോൾ യേശുവിനെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു എളുപ്പവഴിയും കൂടിയത്. രണ്ടാമത് അനേക സ്ഥലങ്ങളിൽ പെട്ടെന്ന് എൻട്രി ഉണ്ട്. ഇത് കാണും. ഒത്തിരി ആ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമുക്കും വളരെ സ്വാഗതങ്ങളും ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച്? പരിഹസിച്ചിട്ടില്ല ഇതുവരെയും. എന്നാൽ ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് അനുഭവം ഉണ്ടായിട്ട് ഒത്തിരിയേറെ. ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ അവർ ഈ കുരിശ് രൂപത്തെ തൊട്ട് വണങ്ങി പിതാവിനും പുത്രനും വെച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില മതതീവ്രവാദികൾ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇതുവരെയും അങ്ങനെ ചോദിച്ചില്ല. പിന്നെ ചിലവരിങ്ങനെ എപ്പോഴും എന്താണ് കുരിശ് കുത്തും, എത്ര നാളായി ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കുരിശ് കുത്തുന്നത് എന്ന് ചിലപ്പം ചുരുക്കം ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈശോയെ കൊടുക്കുക, ഈശോയാണിത്, എൻ്റെ രക്ഷകനാണ്, അതങ്ങ് പ്രൊക്ലെയിം ചെയ്യാണ് ഇതിൻ്റെ അകത്ത് എന്നങ്ങ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച സാധു ഇട്ടിയവര എനിക്ക് തോന്നുന്നു ഈ അൽമായ പ്രേക്ഷിതരിൽ ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സീറോ മലബാർ സഭയിലെ. അദ്ദേഹം ഇങ്ങനെ ധരിച്ചിരുന്ന ഉടുപ്പിൻ്റെ മുൻപിലും പുറകിലുമൊക്കെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് എഴുതി വെച്ചിരുന്നു. അദ്ദേഹം എവിടെ യാത്ര ചെയ്താൽ, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും യാത്ര ചെയ്യുമ്പോഴും അതും ഒരു വലിയ പ്രഘോഷണമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് ഈ കുരിശുരൂപം ധരിക്കുന്നതിലൂടെ വാസ്തവത്തിലൊരു സുവിശേഷ പ്രഘോഷണമാണ് നടത്തുന്നത്. ദൈവം ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള പ്രഘോഷണമാണ്. തീർച്ചയായിട്ടും. ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ കർത്താവിനെ പ്രഘോഷിക്കണമെന്നൊക്കെ തോന്നാനുള്ള അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം 1994 ഞാൻ ഡൽഹിയിൽ വന്നു, ജോലിക്കായിട്ട് വന്നതാണ്. ആ സമയത്തൊന്നും എനിക്ക് ഈ ധ്യാനം അല്ലെങ്കിൽ യേശുവായിട്ടുള്ള ബന്ധവുമില്ല. പക്ഷേ ചെറുപ്പകാലത്തിൽ ഓൾട്ടർ സർവീസ് ചെയ്യുമായിരുന്നു. അൾത്താരയിൽ നിന്നും പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുകയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നാട്ടിലെവിടെയായിരുന്നു? കോട്ടയം അരീക്കര. എൻ്റെ അരീക്കരാണ് ഇടവക. പള്ളിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് എപ്പോഴും പള്ളിയിൽ പോകുന്ന ഇഷ്ടമായിരുന്നു. പാട്ട് ഇഷ്ടമായതുകൊണ്ട് ഡൽഹി വന്നപ്പോൾ ബഹുമാനോട് മാത്യു നായികമർമ്മച്ചൻ്റെ ഒരു കൺവെൻഷൻ പാട്ട് കേൾക്കാൻ വേണ്ടി പോയതാണ്. ധ്യാനം കൂടുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല, അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് 28 വയസ്സ് ആയി. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ജോലിക്ക് വേണ്ടി വന്നതാണ്. കൂടെ ഞാനൊരു AC മെക്കാനിക്കലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്ന ഡൽഹി വന്ന് 2-ാം ദിവസം എനിക്ക് ജോലി കിട്ടി. ഒരു ഹോസ്പിറ്റൽ AC യുടെ പ്ലാന്റിൽ ജോലി കിട്ടി.
അപ്പോൾ ഫ്രീ ആയിരുന്നു പകൽ സമയത്ത്. തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ഡൽഹി കത്തീഡ്രൽ നടക്കുന്ന കൺവെൻഷനിൽ പോയി വെറുതെ പാട്ട് കേൾക്കാൻ വേണ്ടി പോയതാണ്. മാത്യുച്ചൻ പക്ഷേ അവിടെ 2-ാം ദിവസം എന്നെ പേര് ചൊല്ലി എൻ്റെ പേര് പറഞ്ഞ് എന്നെ വിളിച്ചു. എല്ലാവരെയും വിളിച്ചിട്ട് കൈകൊട്ടി നന്ദി പറഞ്ഞ് ഇരിക്കാൻ പറയും. പക്ഷേ എന്നോട് പറഞ്ഞു, ബിജു ഇരിക്കരുത്, എന്നോട് സ്റ്റേജിലേക്ക് വരാൻ പറയും. അച്ഛൻ്റെ അടുത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും 15 മിനിറ്റോളം അച്ഛൻ വചനം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു, അച്ഛൻ എങ്ങനെ ഈ പേര് പറഞ്ഞേ, എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അച്ഛനടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇടിമുഴക്ക സ്വരത്തിൽ മാത്യുച്ചൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ ചിന്തിച്ചേക്കാം ഞങ്ങൾ എങ്ങനെയാണ് ഈ പേര് പറയുക. അപ്പോൾ യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന ആ വചനം പറഞ്ഞു, നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോഴെൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു, ഒരു പരിശുദ്ധാത്മ അഭിഷേകം കിട്ടി. നെക്സ്റ്റ് ഡേ ഞാൻ ശക്തമായിട്ട് എനിക്ക് മാറ്റം വന്നു, ടേൺ ആയി തിരിച്ചു. എൻ്റെ പഴയ എല്ലാ പരിപാടിയും ഉപേക്ഷിക്കാനുള്ളൊരു പ്രചോദനം. കൂട്ടുകാരെയൊക്കെ ഞാൻ പയ്യെ അവോയ്ഡ് ചെയ്തു തുടങ്ങി. പള്ളിയിലേക്കും പ്രാർത്ഥനാ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ ദുശീലങ്ങളിലേക്ക് നയിക്കുന്ന കൂട്ടുകാർ. എൻ്റെ കൂടെയുള്ളവരൊക്കെ കള്ള കുടിക്കുന്നവരായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സഹോദര ഞാൻ കുടിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ എന്നാൽ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോഴൊരു എൻ്റെ മറ്റൊരു സുഹൃത്ത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു. പുള്ളി നല്ല നവീകരണത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള പ്രാർത്ഥനാ ചൈതന്യമുള്ളൊരു വ്യക്തി, രാജീവ് എന്നൊരാൾ വന്നു. അപ്പോൾ അദ്ദേഹത്തെ കിട്ടിയപ്പം ആദ്യത്തെ കൂട്ടുകാരെ അവരെ സ്നേഹത്തോടെ മാറ്റി ഞങ്ങൾ വേറൊരു മുറി എടുത്ത് താമസം മാറി. അങ്ങനെ കൂട്ടായ്മകളിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. പള്ളികളിൽ പോയി പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങുകയും 2-3 പള്ളികളിൽ ആരംഭിച്ചു. അങ്ങനെയാണ് പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചെറിയ ധ്യാന ശുശ്രൂഷയിലേക്ക് കയറാനായിട്ട് ഏകദിന ധ്യാനങ്ങളൊക്കെ നടത്താനുള്ളൊരു സാധിച്ചു. അന്നേരം ഞങ്ങളിങ്ങനെ ഒരു നോട്ടീസ് അടിച്ച് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ ഒരു വചനം എഴുതുമായിരുന്നു, യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അതെല്ലാ നോട്ടീസിൻ്റെയും മേളിലൊരു കൊട്ടേഷൻ ഇടും. അങ്ങനെ നോട്ടീസ് വിതരണം ചെയ്താണ് ഞങ്ങൾ എല്ലാ ധ്യാനത്തിലും പലപ്പോഴും കൊടുക്കാറുണ്ട്. ശരിക്കും ഡൽഹിയിൽ മലയാളികളുടെ ഇടയിലാണ് ഈ പ്രവർത്തിക്കുന്നത്. മലയാളികളുടെ ഇടയിലായിരുന്നു. പിന്നീട് അത് ഹിന്ദിയിലും തുടങ്ങി. അപ്പോൾ ആ വചനം നമുക്ക് ഭയങ്കര അഭിഷേകമായി കിട്ടി. ഭയങ്കര വിശ്വാസത്തിൻ്റെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ താമസിച്ച മുറിയിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ തോന്നുവാണ്, ഇങ്ങനെ അവിടെ ഒരു ഈശോയുടെ രൂപമുണ്ട്. ഞാൻ മുറി ഇരിക്കുമ്പോൾ ഈശോ എന്നെ നോക്കി ചിരിച്ച് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു. ചുമ്മാ തോന്നലായിരുന്നു അതോ ഈശോ വാസ്തവമായിട്ട് അത് അങ്ങനെ കാണുകയും ചെയ്തു? ശരിക്കും ഞാൻ കാണുമായിരുന്നു. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഞാൻ കിടന്ന് കരഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓടി വന്നു, നിനക്ക് എന്നെ പറ്റിയേ? ഞാൻ പറഞ്ഞു, സന്തോഷം കൊണ്ട് ചിരിക്കുക, സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്, അല്ലാണ്ട് മറ്റു പ്രശ്നമല്ല. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നീ നിൽക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ ഇങ്ങനെ ശരിക്കും കണ്ടു. അതിനുശേഷം ഞാൻ പോയി ഒരു ധ്യാനം കൂടി, ദിവ്യകാരുണ്യ അനുഭവ ധ്യാനം. നാട്ടിൽ വന്ന് ജോർജ് കുറ്റികളച്ചൻ്റെ ഒരു ധ്യാനം കൂടാനിടയായി. അപ്പോഴാണ് ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭയങ്കര കുറിച്ചുള്ള ബോധ്യങ്ങൾ കിട്ടുകയും സ്നേഹവും ഭയങ്കര ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് ഭയങ്കര തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടായി. ദിവ്യകാരുണ്യ ഈശോയുടെ ഭക്തി അങ്ങോട്ട് ശരിക്കും തലയ്ക്ക് പിടിച്ചു. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം പൈസ, കുറച്ച് രൂപ ബാങ്കിൽ ഉണ്ടായിരുന്നു. വീടിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടി വെച്ച പൈസയാണ്. ഏകദേശം 15,000-16,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ആരോടും പറയാതെ ആ പൈസ എടുത്ത് ചങ്ങനാശ്ശേരി പോയി സെൻറ്റ് ജോസഫിൽ നിന്ന് ഒരു സക്രാരിയും അരളിക്കായും തിരുവസ്ത്രം, ധൂപക്കുറ്റി, കുന്തിരിക്കം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. ഇതൊക്കെ നമുക്ക് എന്നാ ഒരു അൽമായൻ എന്നുള്ള നിലയിൽ ഇതെല്ലാം മേടിച്ചിട്ട് എൻ്റെ സ്വപ്നം ആ ചാപ്പലുണ്ടാകണം എന്നൊരു ചിന്ത. അത് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനത് മേടിച്ചു. ആരോടും പറഞ്ഞാൽ ആരും സമ്മതിക്കാമെന്ന് അറിയാത്തതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. എൻ്റെ സ്വന്തം പൈസയാണല്ലോ. അന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, കല്യാണത്തിന് മുമ്പ്. അപ്പോൾ അതെല്ലാം മേടിച്ചുകൊണ്ട് അവർ ചാക്കിൽ പൊതിഞ്ഞ് ട്രെയിനിൽ കയറ്റി ഡൽഹിയിൽ എത്തിച്ച് ഞങ്ങളുടെ മുറി വെച്ചു. ഒരു മുറിയും അതിനോട് ആ മുറിക്കകത്ത് തന്നെ അറ്റാച്ച് ഒരു ബാത്റൂമും ഒരു അടുക്കളയാണ് ഞങ്ങളുടെ മുറി. 2,500 രൂപ വാടകയ്ക്ക് ഞങ്ങൾ താമസിക്കുക. അപ്പോൾ ആ കൂടെ വലിയൊരു അരളിക്കയുടെ പടമുള്ളൊരു കലണ്ടർ കിട്ടി. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു കലണ്ടർ അന്ന് ഇറങ്ങുന്നുണ്ട്. ആ വലിയൊരു കലണ്ടർ കിട്ടി. അതുകൊണ്ട് ഞാൻ ഭിത്തിയിൽ തൂക്കിയിട്ടു. അപ്പം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വരുന്ന 2 സഹോദരിമാർ, നല്ല തീക്ഷ്ണമായിട്ട് പ്രാർത്ഥന ചെയ്തതിനുള്ള ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുന്നവർ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഈ അരളിക്കയുടെ പടം കിടക്കുന്ന സ്ഥാനത്ത് ഇവിടെ ശരിക്കും നമുക്കൊരു 6 മാസത്തിനുള്ളിൽ ഒരു ദിവ്യകാരുണ്യ ആരാധന ഉണ്ടാകണം. അവരെല്ലാം സത്യത്തിൽ ചിരിച്ചു, എന്നെ കളിയാക്കാൻ തുടങ്ങി, പട്ടു പിടിച്ചെന്ന് പറയുകയാണ്. അങ്ങ് ഇത് ഇങ്ങനെ വിശ്വാസത്താൽ പറയാനുള്ള കാരണം എന്താ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന വചനം എപ്പോഴും ഉപയോഗിച്ച് ആ വചനത്തിൻ്റെ ഒരു അഭിഷേകം വന്നുകൊണ്ടാകാം. പിന്നെ ഞങ്ങളെ ധ്യാനം നടത്തുമ്പോൾ എല്ലാം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, അതെല്ലാം സംഭവിക്കുന്നുണ്ട്.
പിന്നെ ശരിക്കും ഈ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്നുള്ള ആ വചനത്തിന്റെ ശക്തി, ആ ഫെയ്ത്ത് അകത്ത് വന്നു. ശരിക്കും വന്നു. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം എനിക്ക് വന്നപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ശരിയായതാണ് ഡൽഹി മുനിസിപ്പാലിറ്റിയിൽ. അപ്പോൾ ഒരു സീറ്റാണുള്ളത്. 25,000 രൂപ കൈക്കൂലി കൊടുക്കണം. അപ്പം പലരും പറഞ്ഞു, എടാ ജോലി തരപ്പെടുത്ത്, സർക്കാർ ഒരു ഡൽഹി മുനിസിപ്പാലിറ്റിയിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ജോലി എന്ന് പറഞ്ഞാൽ നീ അത് മേടിച്ചിട്ട് പിന്നെ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും, പൈസയുടെ കാര്യം നിൻ്റെ ലൈഫ് സെറ്റിലാകുമല്ലോ, അതുകൊണ്ട് കെയർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൈസ ഇല്ല. പക്ഷേ ചേട്ടൻ എനിക്ക് നാട്ടിൽ നിന്ന് 25,000 രൂപ അയച്ചു തന്നു. കാശ് കൊടുക്കാനുള്ള സംസാരിച്ച് വെച്ചേക്കുവാണ്. പക്ഷേ കൊടുക്കേണ്ട തലേദിവസം എൻ്റെ ഉള്ളിനുള്ളിൽ നീ കൈക്കൂലി കൊടുത്ത് ജോലിക്ക് കയറുന്നത് ശരിയല്ല എന്നിങ്ങനെ ആരോ പറയുന്നു. ഞാൻ വീണ്ടും പലരോട് ചോദിച്ചു, പ്രാർത്ഥന ഉള്ളവരോടും പല കൂട്ടായ്മകളോടും ചോദിച്ചപ്പോഴത്തേക്കും അവർ ജോലി സെറ്റപ്പ് ആവുമല്ലോ, പിന്നീട് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ശുശ്രൂഷ ചെയ്യാം, അവിടെ ജോലി കാരണം ഇത് നല്ലൊരു ചാൻസാണ്. ഡൽഹി മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് അന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ ശമ്പളം എല്ലാം ഉണ്ട്. പക്ഷേ പിന്നെയും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, നീ കൈക്കൂലി കൊടുത്ത് ജോലി കയറുന്നുണ്ട്. ഞാൻ അതൊക്കെയാലും ലാസ്റ്റ് മൂമെൻറ്റിൽ അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ എൻ്റെ AC ജോലി തന്നെ ചെയ്യുകയാണ്. ഈ കൂടുതലുള്ളവരൊക്കെ അവരെല്ലാവരും എന്ത് പറയുന്നു? ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ ഇഷ്ടം. സഹോദരൻ എന്ത് പറഞ്ഞു? സഹോദരനോട് സത്യത്തിൽ പറഞ്ഞില്ല. പറഞ്ഞ എന്നെ വഴക്ക് പറയുന്നതുകൊണ്ട് ഞാൻ പിന്നീട് AC കിട്ടിയ AC മെക്കാനിക്കായിട്ട് ചെയ്ത ജോലി ചെയ്തുകൊണ്ട് ഓരോ മാസവും കുറച്ച് പൈസ കൊടുത്തത് തിരിച്ച് കിട്ടുമാതെ എന്നെ അവരെന്നെ വട്ട് പിടിച്ചവനായിട്ട് കണ്ടു. ആ പൈസയ്ക്ക് ഞാൻ മേടിച്ചത് മൈക്ക് സിസ്റ്റം മേടിക്കും, അതെ, വചനം പ്രഘോഷിക്കാൻ. ഈ 25,000 രൂപ, അതായത് കൈക്കൂലി കൊടുക്കാൻ കാശ് കൊണ്ട് വചനം പ്രഘോഷിക്കാനുള്ള മൈക്കും ആംപ്ലിഫയറും സ്പീക്കറെല്ലാം മേടിച്ചു. അപ്പോൾ ഇന്നും അതവിടെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവ് വചനം പ്രഘോഷിക്കാൻ ഇടയാക്കി. അപ്പോൾ അതിനുശേഷമാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു കൃപ കിട്ടിയുകൊണ്ട് പിന്നീടാണ് ഈ സക്രാരിയൊക്കെ മേടിച്ചിട്ട് വരുന്നത്. അത് വെച്ച് അവൻ അവിടെ വെച്ചു. ചിലരൊക്കെ അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് പയ്യെ സൈഡിൽ നോക്കുമ്പോൾ കാസയും മറ്റേ അർലിക്ക സക്രാരിക്ക് ഇരിക്കുന്നു. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു ദിവികാരുണ്യ ആരാധന നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം ഇപ്പോൾ ഒരു പള്ളിയിൽ പോലും നമുക്കറിയാം, ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ എല്ലാം ക്ലോസ് ചെയ്യുന്നു. പിന്നീട് അവിടെ ഒരു ദിവികാരുണ്യ ആരാധന. ഇപ്പം എനിക്കറിയാം, എൻ്റെ ഇടവയിൽ 2000 ആണ്ടിൽ ഇതുപോലെ വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന തുടങ്ങിയതാണ്. പക്ഷേ അത് സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി എത്രയോ നാള് വികാരിയച്ഛനും ഒക്കെ രൂപതയിൽ പോയി നിവേദനം കൊടുക്കുകയും പിതാവ് വന്ന് സ്ഥലം സന്ദർശിക്കുകയും അങ്ങനെ ഒത്തിരി നടത്തിപ്പുകളുടെ ശേഷമാണ് 2000-ൽ ഇത് നമുക്ക് സാധ്യമായത്. അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു അൽമായൻ, അവരിങ്ങനെ നിങ്ങൾ താമസിക്കുന്ന വേറൊരു വാടക വീട്, സ്വന്തം വീട് പോലുമല്ല, ഈ വാടക വീടിനകത്തെ ഒരു മുറിക്കകത്ത് വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കാനും മാത്രം അതെന്തായിരുന്നു വാസ്തവത്തിൽ? അത് ഈ ഒറ്റ വചനമേ ഉള്ളൂ. കർത്താവിന് എല്ലാം നമ്മൾ ഇങ്ങനൊരു നീ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴില്ല. ആ ഒരു ബോധ്യം ദൈവത്തിന് സാധിക്കും. കിട്ടിയാൽ വലിയൊരു നിധി നമുക്ക് ഈശോയോട് ചോദിക്കാം, അവൻ തരുമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ 2 സഹോദരിമാർ നല്ല തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന അവരോട് പറഞ്ഞു. അവരെന്തായാലും പ്രാർത്ഥനയിലേക്ക് ഇരുന്നു. അപ്പോൾ ഞങ്ങൾ 24 മണിക്കൂറും പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ രാത്രി ഇരിക്കാൻ ആളില്ല. അപ്പം എൻ്റെ സമയം എന്ന് 3 തൊട്ട് 6 വരെ ഞാനായിരിക്കും. ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ രാത്രി പകൽ സമയത്ത് ആൾക്കാർ പലരും മാറി നിന്നത്. വെളുപ്പിന് 3 to 6 ആണ് എൻ്റെ സമയം. അപ്പം എല്ലാവർക്കും ഉറക്കം വരുന്ന സമയം ഞാൻ എന്നെ വിളിച്ചേക്കാൻ പറയും. അപ്പോൾ ഞങ്ങൾ ഈ മുറിയുടെ അടുക്കള സക്രിസ്റ്റിയായി മാറ്റി വെച്ചു. കക്കൂസ് ടോയ്ലറ്റായിരുന്നു, ഞങ്ങൾ സ്റ്റോർ റൂം ആക്കി മാറ്റിയിട്ട് തൊട്ടടുത്തൊരു മുറിയും കൂടെ വാടകയ്ക്ക് എടുത്തു. ഞങ്ങൾ അങ്ങോട്ട് താമസം മാറ്റിയത് കംപ്ലീറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഈ ഒരു മുറി മാറ്റി വെച്ചു. ഈ പാക്കറ്റോടെ ഇരിപ്പുണ്ട്, ഈ പിക്ചറേ ഉള്ളൂ. നിങ്ങളെവിടെ താമസം മാറി? തൊട്ടടുത്ത മുറിയിലേക്ക് മാറി. അവിടെ ഒരു രണ്ട് പേര് വേറെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവരെ വേറെ പുറത്ത് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റാൻ നമ്മൾ വീടെടുത്ത് കൊടുത്തു. ഞങ്ങൾ ആ മുറിയിലേക്ക് മാറി. അപ്പോൾ ഞങ്ങളവിടെ താമസം അങ്ങോട്ടാക്കി. ഈ മുറി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം വെച്ചു. അതായത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പള്ളിയിൽ നമുക്ക് എല്ലാ മാസത്തിലും ഒരിക്കൽ നൈറ്റ് വിജയം നടത്തുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ ആൾക്കാർ വരികയും വളരെ സജീവമായിട്ട് കുറേ നാളുകളായിട്ട് നടക്കുന്ന. പക്ഷെ എന്നാലൊരു ആ സമയത്ത് വന്നൊരു അച്ഛൻ അത് പറഞ്ഞു, നൈറ്റ് വിജൽ പള്ളി നടത്തണ്ട എന്ന് പറഞ്ഞു. എല്ലാവരും ആദ്യം എതിർത്തു. പക്ഷേ ഞങ്ങൾ ക്ഷമിച്ചു, പരാതി കൊടുക്കാൻ പിതാവിൻ്റെ അടുത്ത്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഏതായാലും ഞങ്ങൾ പരാതി കൊടുക്കാനൊന്നും പോയില്ല. അച്ഛൻ പറഞ്ഞങ്ങ് അനുസരിച്ചു, വിചാരിച്ചും പറഞ്ഞങ്ങ് അനുസരിച്ചു. ഒരു ഗോവൻ പ്രീസ്റ്റാണ് ഫാദർ റിബല്ലോ. ആ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനുമായിട്ട് നല്ല കൂട്ടായി. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ നൈറ്റ് നടത്തണ്ട, പകൽ ഒരു 1 ഡേ ധ്യാനം എല്ലാ മാസം നടത്തിക്കൂ. അങ്ങനെ 2ാം ശനിയാഴ്ച എല്ലാ ഏകദിന ധ്യാനം ആ പള്ളിയിലേക്ക് മാറ്റി എൻ്റെ ഹാളിൽ അച്ഛൻ അനുവാദത്തോട് ചെയ്യാൻ തുടങ്ങി. അതിന് ആൾക്കാർ വരാൻ തുടങ്ങി. നൈറ്റ് വിജയം നിർത്തി. അങ്ങനെ അച്ഛനുമായിട്ട് നല്ല കൂട്ടായപ്പോൾ അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രാത്രിയും പകലൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു.
എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം, പക്ഷേ പിതാവിൻ്റെ അനുവാദം വേണം. ബിഷപ്പ് അതിന് അനുവാദം തരാം, കാരണം ഇത് വാടകയ്ക്കുള്ള വീടാണ്, പിതാവിന് വേണമെങ്കിൽ തരാം. ഞാൻ പറഞ്ഞു പിതാവിനെ ഒന്ന് ചോദിച്ചാലോ എന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അതിന് പറഞ്ഞു ഞാൻ ചോദിക്കാം. അങ്ങനെ ഞാൻ വ്യാഴാഴ്ച തന്നെ പിതാവിനെ കാണാൻ ഒരു ഡേറ്റ് അപ്പോയിൻമെൻ്റ് എടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് പിതാവിനെ കാണാനായിട്ട് പോകുന്നത്. അന്ന് ആരായിരുന്നു പിതാവ്? അന്ന് അലൻ ഡി ലാസ്റ്റിക് ബിഷപ്പ് മരിച്ചുപോയ പിതാവായിരുന്നു. അങ്ങനെ ഡിസംബർ ഒരു 3-ാം തീയതി 1999 അന്ന് അവിടെ പിതാവിനെ കാണാനായിട്ട് 3 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് രാജീവും കൂടെ, ഞങ്ങൾക്ക് ഇംഗ്ലീഷൊന്നും അധികം അറിയാൻ മേലാത്തതുകൊണ്ട് ഒരു മോൺഫോർട്ട് ബ്രദറിനെയും ഒരു സേക്രഡ് ഹാർട്ട് സിസ്റ്റർ സോഫി കൂട്ടിന് വിളിച്ചു, പേടിയായതുകൊണ്ട്. കാരണം അവിടെ ബിഷപ്പിനോടൊക്കെ സംസാരിച്ചില്ല, ഇന്നലെ കണ്ടിട്ട് പോലുമില്ല. അപ്പം വിചാരിച്ചും പറഞ്ഞു ഞാനും വന്നേക്കാം. അച്ഛൻ്റെ വണ്ടിക്ക് വരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ എല്ലാവരും ചെന്നു. 3 മണിക്ക് പിതാവ് ഞങ്ങളെ വിളിച്ച് അപ്പോയിൻമെൻറ്റിന് കാണാനായിട്ട് വിളിച്ചു. ബിഷപ്പിൻ്റെ മുന്നിൽ ചെന്നിരുന്നപ്പം എൻ്റെ കൂടെയുള്ള ജോസഫ് ബ്രദർ ഇങ്ങനെ സംസാരിച്ചു, ഇവർ വന്നിരിക്കുന്ന ഇതിനാണ്, ഇവരെല്ലാ സമയം പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധരുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള അനുവാദം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങളതിനു വേണ്ടി അപേക്ഷയൊന്നും കേട്ടില്ല, ചോദിച്ചിട്ട് വളരെ പേടിച്ച് നിൽക്കുക. ഇത് പറഞ്ഞപ്പോൾ ബഹുമാനോട് പിതാവ് എഴുന്നേറ്റ് നിന്നു. നീ എന്നാ ചോദിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇപ്പോൾ വഴക്ക് പറഞ്ഞ് എന്നെ അടിച്ച് പുറത്താക്കുമെന്ന് ചോദിച്ചു. ഒന്ന് വാടക വീട്ടിലാണ്, പുള്ളി നമ്മളിതിനെ കണ്ടിട്ടില്ല, ഞങ്ങൾ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ ദിവ്യാരണം ചോദിച്ചപ്പോൾ വഴക്ക് പറയുമോ എന്താ പറയുക, ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു നീ എന്താ ചോദിച്ചേ. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തൊരു ജോസുവേട്ടൻ തന്നെ മറുപടി പറഞ്ഞു. 24 മണിക്കൂർ അവരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ മുന്നിൽ നിന്ന് ആരാധിക്കാൻ. ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളെല്ലാവരെയും വിറപ്പിച്ച് കളഞ്ഞു. പിതാവ് പറയാണ്, നീ എന്താ ചോദിച്ചേ? ഞാനും നീയും കൂടെ ഈശോനെ പിതാവാ ദൈവത്തെ ആരാധിക്കേണ്ടതിന് നിനക്ക് അനുവാദം തരാൻ ഞാൻ ആരാണ്? ഞാനും നീയും ഒരുമിച്ച് ഈശോയെ ആരാധിക്കേണ്ടതാ. നിനക്ക് ഈശോയെ ആരാധിക്കാൻ അനുവാദം തരാൻ ഞാൻ ആരാ? ഈശോയെക്കുഞ്ഞും വലിയവനല്ലല്ലോ, നമ്മൾ ഒന്നിച്ചാ ഈശോ ആരാധിക്കേണ്ടേ. ഞാൻ അനുവാദം തന്നു കഴിഞ്ഞത് പറയാനാണ് പിതാവ് എഴുന്നേറ്റുന്നത്. അത്ര സന്തോഷത്തോടെ നമ്മൾ ഞെട്ടിങ്ങിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു, എന്നെ ആ ഒരു ഡയലോഗ് തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പ്ലസ് ഞാൻ വെർബലി തന്നു കഴിഞ്ഞു, വാക്കുകൊണ്ട് ഞാൻ തന്നു കഴിഞ്ഞു. ഞങ്ങളുടെ അപേക്ഷ ഒന്നും എഴുതിയിട്ടില്ല, കാരണം പേടിച്ചിട്ട്. അതായത് അദ്ദേഹം ചോദിച്ച ആ വാക്ക് അനുവാദം തരാൻ ഞാൻ ആര്? അദ്ദേഹം ശരിക്കും ആ അധികാരത്തിൽ നിന്നല്ല അങ്ങ് താഴോട്ട് താന്നു നമ്മുടെ ഒപ്പം വന്ന് നിൽക്കുക. അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തി. ഞാൻ അനേക സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ബോധ്യമുള്ള ആ പിതാവിൻ്റെ ആ ഒരു മനസ്സ് കേട്ടതോടെ ഭയങ്കര ജീവനായി, കൂടുതൽ അതോടെ കർത്താവിനോടും സഭയോടും ഒക്കെ ഒരു അഗാധമായ സ്നേഹമായി അല്ലേ പിതാവ് പറയാ, ഞാൻ ഇങ്ങനെയുള്ളവരെ അന്വേഷിച്ച് നടക്കുന്നു, ഞാൻ ഇങ്ങനെ ആരാധിക്കാൻ മനസ്സുള്ളൊരു സമൂഹത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ ഹാപ്പി. പിതാവിന് ഭയങ്കര സന്തോഷം. പിതാവ് പറഞ്ഞു, നീ നാളെയോ മറ്റന്നാളോ എനിക്ക് തോന്നുന്നു ബ്രദറെ, അത് ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കും. തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ ഇതിപ്പോൾ നാളെ ഇപ്പോൾ വേറെ ആരെങ്കിലും ഇതുപോലെ ചെന്ന് മറ്റൊരു പിതാവിനോട് പോയി ഇതുപോലെ അനുവാദം ചോദിച്ചാൽ എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെ ആയിരുന്നതുകൊണ്ടാണ്. അതെ. ഏതായാലും ഞങ്ങൾ നന്ദി പറഞ്ഞപ്പോഴത്തേക്ക്, ഇത് പറഞ്ഞതിന് ശേഷമാണ് വികാരിച്ചും വരുന്നത്. വികാരിച്ചും കയറി വന്നപ്പോഴത്തേക്ക് പിതാവ് പറഞ്ഞു, ഞങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. പിതാവ് അച്ഛന് വേണ്ടവർക്ക് സഹായം അവിടെ കുർബാന ചൊല്ലി കൊടുക്കുക, ദിവ്യാരണം മാറാനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക. പ്ലസ് അതിൻ്റെ കൂടെ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള സീനിയർ ആയിട്ടുള്ള ബ്രദറും സിസ്റ്ററുമാണ്, ഞാൻ ഇവരെ രണ്ടുപേരെയും യൂക്രിസ്റ്റ് മിനിസ്റ്ററായിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. ഇൻ കേസ് ഓഫ് എമർജൻസിയിൽ ദിവ്യാരണം ക്ലോസ് ചെയ്യുകയോ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാൽ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ ഇവർ രണ്ടുപേരും ഞാൻ ഔദ്യോഗികമായിട്ട് ഞാൻ നിയോഗിക്കുക എന്ന് പിതാവും പറയുകയും ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ലെറ്റർ എഴുതി കൊടുത്തു. 2 ദിവസം കൊണ്ട് തന്നെ എൻ്റെ പേരിൽ 15-ാം തീയതി ആർച്ച് ബിഷപ്പിൻ്റെ ഹൗസിൽ നിന്ന് എനിക്ക് ലെറ്റർ വന്നു. മിസ്റ്റർ കുര്യാക്കോസിന് എൻ്റെ പേരിൽ ദിവ്യാരണ ആരാധനയ്ക്കുള്ള എല്ലാ റിട്ടേൺ അനുവാദം ബഹുമാനോട് പിതാവ് തന്നു. അങ്ങനെ 15-ാം പൊക്കം ഡിസംബർ 16-ാം തീയതി ഈ ചാക്കിലിരുന്ന സക്രാരിയും അരളിക്കായും എല്ലാം ജീവൻ പ്രാപിച്ചു. ആ തിരുവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റിബല്ലോ അച്ഛൻ അവിടെ കുർബാന അർപ്പിച്ച് ദിവ്യകാരണം അവിടെ ആരാധന ആരംഭിച്ചു. പിന്നീട് അലംപിതാവ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഹൗസ് കാണണം. പിതാവിൻ്റെ തീക്ഷ്ണത ഏറ്റവും മനസ്സിലാക്കുന്നത്, ഇതിനു മുമ്പിരുന്ന ആഞ്ചലോ പിതാവ് മരിച്ച ദിവസമാണ് പിതാവ് ഞങ്ങളുടെ ഹൗസ് സന്ദർശിക്കാനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ പിതാവിൻ്റെ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, മുൻ പിതാവ് ബിഷപ്പ് മരിച്ചു പോയതുകൊണ്ട് എല്ലാ അപ്പോയിൻമെൻറ്റും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു, പിതാവ് അവിടെ സന്ദർശിക്കാൻ വരും. ചെറിയ വീടാണ്, അവിടെ ചെറിയ വഴിയൊക്കെ വളരെ മോശം, അവിടെ ഒരു ചെറിയ ഒരു റോട്ടിലാണ്, മെയിൻ ഉള്ളിലേക്ക് കയറി. പക്ഷേ അവിടെ ഡൽഹിയിലുള്ള
ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ മുൻ പിതാവിൻ്റെ ബോഡി അവിടെ ഇരിക്കുമ്പോൾ അത് വന്ന് പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്ന് പിതാവ് എനിക്ക് ഫോൺ വിളിക്കുകയാണ്. എല്ലാം ക്യാൻസൽ ചെയ്ത്, എല്ലാ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത പിതാവ് എനിക്ക് നിങ്ങളുടെ ഹൗസിലെ വിസിറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ അങ്ങ് വരുവാ, നീ എവിടെയാണ് വഴിയെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞുകൊണ്ട് പിതാവ് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തിനെ പെട്ടെന്ന് റോട്ടിലേക്ക് വിട്ടപ്പോൾ നല്ല മഴ, ഉടൻ ചൂടി ആ ചെറിയ വഴി കൂടെ നടന്ന് പിതാവ് ഈ ഭവനത്തിൽ ഈ ആരാധനാ ഹൗസിലെത്തി. അത്രമാത്രം താല്പര്യം ഉണ്ടായിരുന്നു പിതാവിന്. പിതാവ് അവിടെ നിന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആരാധന മുമ്പ് ഞങ്ങൾ യഥാർത്ഥത്തിൽ പിതാവ് പറഞ്ഞ പോലെ നമ്മൾ ഒന്നിച്ച് ഈശോ ആരാധിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കുറേ സമയം അവിടെ ഇരുന്ന് ഈശോയെ ആരാധിച്ചു ഈ ബിഷപ്പ്. ഈ ആരാധന തുടങ്ങുന്നത് ശരിക്കും ഏത് വർഷത്തിലായിരുന്നു? 1999 നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് ബ്ലസ് ചെയ്യാൻ പിതാവിനോട് പറഞ്ഞപ്പം പിതാവ് പറയുക ഈശോ അവിടെ ഇരിക്കുന്നു, ഈശോ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾ ബ്ലസ് ചെയ്യുന്നേ. അപ്പോൾ ആരാധന അടച്ചതിന് ശേഷം പിന്നീട് പിതാവ് ഞാൻ കൊണ്ട് പ്രാർത്ഥിച്ചു. അത്രയും വലിയ ബോധ്യമുള്ളൊരു പിതാവിനെ ദൈവം അവിടെ ഒരുക്കിയത് വലിയൊരു അത്ഭുതമായിട്ട് കാണുക. ആ ആരാധന പിന്നീട് അവിടെ തുടങ്ങിയ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ 100 കണക്കിന് അത്ഭുതം. ആ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ ചോദിച്ചത് എല്ലാം ഏറ്റവും ഉപരി അനേകരുടെ ശക്തമായ മാനസാന്തരങ്ങളാണ്. 100 കണക്കിന് പേര് അവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് അല്ലെങ്കിൽ ആരാധന പങ്കെടുത്ത് പോയവർക്കൊക്കെ വലിയ അത്ഭുത മാറ്റം. അത് കാണുന്തോറും നമ്മൾ വീണ്ടും വീണ്ടും സന്തോഷിക്കുകയാണ്. ഈ അന്ന് തുടങ്ങിയ ആ നിത്യാരാധന അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഇടതടവില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ അതോ ഇടയ്ക്കെപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, 24 മണിക്കൂറും. ഈ കോവിഡിൻ്റെ സമയത്ത് പോലും ആ ആലയം അടയ്ക്കപ്പെട്ടിട്ടില്ല. മുഴുവൻ സമയവും എല്ലാ പള്ളിയിലും അടച്ചപ്പോഴും ആ ആരാധനയ്ക്ക് അവിടെ ആളുണ്ടായിരുന്നു. ശരിക്കും ഈ 24 hours വന്നിരിക്കാനുള്ള ആൾക്കാരെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? നമുക്ക് ഡൽഹിയിൽ തന്നെ നമ്മളെപ്പോഴും ധ്യാനങ്ങൾ നടത്താറുണ്ട്. പ്രോഗ്രാം ചെയ്യുമ്പോൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ മാറി മാറി പല സമയത്ത് വരും. പിന്നീട് കേരളത്തിൽ പോയി ധ്യാനങ്ങൾ, ഞാൻ എൻ്റെ ഇടവകയിൽ ഒരു ധ്യാനം നടത്തി 3 ദിവസം ധ്യാനത്തിന് വേണ്ടി അവിടെ. അപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു അമ്മച്ചിയുടെ മകനെ, അതുകൂടാതെ വേറെ പലരെയും അവർ ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് പറഞ്ഞു. അവരെല്ലാം വളരെ മോശമായിട്ട് കള്ള കുടിച്ചും തമ്പാക്കു തിന്നും ഇങ്ങനെ വളരെ പ്രശ്നമായിട്ട് വീട്ടുകാർക്ക് തലവേദനയായി നടക്കുന്നവരാണ്. അങ്ങനെയുള്ള കുറേ പേരെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റി. അവരുടെ വലിയ മാറ്റങ്ങൾ. എൻ്റെ ഒരു അനുഭവം, എൻ്റെ തന്നെ ഇടവകയിലെ ഒരു ധ്യാനം കൂടിയ ഒരമ്മച്ചി എൻ്റെ വീട്ടിൽ ധ്യാനം കഴിഞ്ഞ് വന്നു. മകൻ ഇങ്ങനെ പഠിക്കും, പക്ഷേ കോളേജിൽ പോയല്ല, സിനിമയും കണ്ട് നടക്കുന്നു, കൂട്ടുകെട്ടുണ്ട്, വീട്ടിലിരിക്കുകയുള്ളൂ, എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിടാൻ പറഞ്ഞു. അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഡൽഹിക്ക് ഒന്ന് ചുമ്മാ പോകാം, ഒരു ഡൽഹിക്ക് നിന്ന് കറങ്ങിക്കേട്ട് തിരിച്ച് വരാമെന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പറഞ്ഞു. ചൊവ്വാഴ്ച അവനെയും കൂട്ടി ഞങ്ങളുടെ ധ്യാനം കഴിഞ്ഞ ടീമെല്ലാം കൂടെ ഡൽഹി വന്ന് അവനിവിടെ ആരാധനാ ശുശ്രൂഷയിലും ഒക്കെ ആയിട്ട് ഇരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഇവന് ഡൽഹി ആർച്ച് ബിഷപ്പിൻ്റെ കൈ പിടിച്ച് ഈ മകൻ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ചോദിച്ചു, ജേസ നമുക്ക് സെമിനാരിൽ പോകാൻ വലിയ താല്പര്യമുണ്ടോ, നോക്കിയാലോ എന്നിങ്ങനെ ഒരു ചുമ്മാ ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടായി പറയുന്ന പോലെ എന്നൊരു മറുപടി അവൻ പറഞ്ഞു. അവനങ്ങ് അനുസരിച്ചു. ഞാൻ അവൻ്റെ പേര് കൊടുത്തു. ദൈവവിളി ക്യാമ്പിന് അവന് പറഞ്ഞു വിട്ടു. അവന് സെലക്ഷൻ കിട്ടി. അവൻ +2 പഠിച്ച അവിടെ തന്നെയാണ്. സെമിനാരി തിയോളജി എല്ലാം പഠിച്ച് ഏതൊക്കെയാലും അവന് വൈദികനായി മാറി. ഇന്ന് ഡൽഹി രൂപതയുടെ സെമിനാരി റക്ടറാണ്. ഓ, അത്രയും ലെവലിലേക്ക് എത്തി. കർത്താവ് കൊണ്ടുവന്നു. അവൻ പറയും ഞങ്ങൾ ഈ ആരാധനയിൽ നിന്ന് കിട്ടിയ ശക്തി എല്ലാവരും. അവൻ്റെ വീട്ടിലായിരുന്നപ്പം 3 അച്ഛന്മാർ അവിടെ സെമിനാരിലേക്ക് അവനെ പോയില്ല. മറിച്ച് ഈ ട്രെയിനിൽ പോകുന്ന വഴിക്ക് അവൻ ഈ തമ്പാക്ക് കഴിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. അപ്പം ഞാൻ പറഞ്ഞു കേരളം വിട്ട് കഴിയുമ്പോൾ ഡൽഹി ഹാറായപ്പോഴത്തേക്കും പറഞ്ഞു ഇനി ഞങ്ങളുടെ സ്ഥലമാണ്, ഇതെല്ലാം നീ തിന്നാവുന്നതിൻ്റെ പരമാവധി കഴിച്ചു, പക്ഷെ ഇത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല, ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞു. അവനെല്ലാം വിട്ടു. പിന്നീട് പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചു. എന്ത് പറഞ്ഞാൽ അനുസരിക്കും. അവൻ പെട്ടെന്ന് ഹിന്ദി പഠിച്ചു. ഇന്ന് അതുകൊണ്ടാണ് പിതാവ് അവനെ ഇപ്പം സെമിനാരി റക്ടറായി, ഇത്ര കൊച്ചച്ഛനെ തന്നെ റക്ടറായിട്ട് നിയമിച്ചാൽ കഴിവുണ്ട്. അങ്ങനെ ദൈവം അത്ര കൃപ കിട്ടിയവന്. ഇതുപോലെ മറ്റനേകം സംഭവങ്ങളും കാണുമല്ലോ. തീർച്ചയായിട്ടും. ബ്രദർ, അപ്പോൾ ഈ കൂടുതൽ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള ആ ജോലി വേണ്ടെന്ന് വെച്ചു. പകരം ആ സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന AC മെക്കാനിക്ക് ജോലി, അത് ഈ സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നോ? ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ആരാധനയായിട്ട് ബന്ധപ്പെട്ടും പിന്നെ തിരക്കായപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ചുരുങ്ങിയ സമയം ജോലിയും കൂടുതൽ ശമ്പളവും. ഇത് പറയുമ്പോഴും ശരിയല്ലല്ലോ, ന്യായമല്ലല്ലോ. അപ്പം എൻ്റെ കൂടെ പ്രാർത്ഥിച്ചത് എന്നെ കളിയാക്കി, ഇത് കൊള്ളാലോ, ജോലി ചുരുങ്ങിയ സമയം, ശമ്പളം കുറയാൻ പാടില്ല, ഞാൻ ഇങ്ങനെ തന്നെ പറയുക. അവരാദ്യം എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തന്നെ വേണം, എനിക്ക് സമയം വേണം,
എന്തൊക്കെയായാലും പ്രാർത്ഥിക്കാം. അവർ തമാശ രൂപയിലാണോ എന്നതല്ല, പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡ്രൈവറുടെ ജോലി ഈശോ ഒരുക്കി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വഴക്ക് പറയും. ഡൽഹി വന്നാണ് ലൈസൻസ് എടുക്കുന്നത്. തമ്പുരാൻ തന്നെ പഠിപ്പിച്ച് ഞാൻ തന്നെ പഠിച്ച് എടുത്ത ലൈസൻസാണ്, അതാരും അറിയത്തില്ല. അപ്പോഴൊരു ഡ്രൈവറുടെ വേക്കൻസി, ഒരു ടീച്ചറിനെ, സ്കൂൾ ടീച്ചറിനെ സ്കൂളിൽ കൊണ്ടുവിടണം. രാവിലെ ഇല്ലുക, സ്കൂളിൽ കൊണ്ടുവിടുക, ഉച്ചയാകുമ്പോൾ തിരിച്ചു വരിക. അപ്പം ആ 1 മണിക്കൂർ ജോലിയുള്ളൂ, പക്ഷേ മുഴുവൻ ശമ്പളം തരും. ഞാൻ എന്ത് ഈശോയോട് പറഞ്ഞോ, ചുരുങ്ങിയ സമയം ജോലി, കൂടുതൽ ശമ്പളം. ശമ്പളത്തിന് ഞാൻ AC മെക്കാനിക്കായിട്ട് ജോലി ചെയ്ത അതേ ശമ്പളം ഈ 1 മണിക്കൂർ ജോലി ചെയ്ത് കർത്താവ് തന്നു. അപ്പോൾ ആ ജോലി വിട്ടു, ആദ്യത്തെ AC ജോലി വിട്ടു. ഇഷ്ടംപോലെ സമയമായി. ആ സമയത്താണ് ഈ ആരാധന കൂട്ടായ്മയും അതിനെക്കുറിച്ചുള്ള പദ്ധതിയും അതിൻ്റെ ഒരു രജിസ്ട്രേഷനും നിയമാവലിയൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ പ്ലാനും പദ്ധതിയും. ഒരു സമയം ആകാശപ്പുറവള്ളെ തെരുവിൽ കടന്ന് അലയുന്ന ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇത് തുടങ്ങിയപ്പോഴത്തേക്കും CMI സഭ തന്നെ ഞങ്ങൾക്ക് വലിയൊരു കെട്ടിടം UP മീററ്റ് രൂപതയിൽ തന്നു. അവിടെയും നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചു. എവിടെ ഭവനം കിട്ടിയാലും അവിടെയെല്ലാം നമ്മൾ ദിവ്യാരനെ ചാപ്പലുണ്ടാകും. ആദ്യം അത് ചെയ്യും. ഏറ്റവും വലിയ റൂം ഏറ്റവും നല്ല റൂം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കും. അങ്ങനെ അവിടെ ആരാധന നടക്കും. എല്ലാ പിതാക്കന്മാരും അതിനെ അനുവദിച്ചു. ആഗ്ര രൂപതയിലും മീററ്റ് ഡയസിലും ഡൽഹി 3 രൂപതയിൽ അങ്ങനെ നമ്മൾ ഈ നിത്യാരാധന നടക്കാൻ പറ്റി. അതുവേണ്ട ആൾക്കാരെ ദൈവം സമയങ്ങളിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. വന്നവരെല്ലാം പിന്നീട് ഭയങ്കരമായ മാറ്റത്തിലേക്ക് വരിക. അവർക്കെല്ലാം ദിവ്യാന ഭയങ്കരമായ അനുഭവം ഉണ്ടായി. അവരെല്ലാം ഒരു ധ്യാനത്തിന് പറഞ്ഞു വിടുകയുണ്ടായി. ആ ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർ നല്ല തീക്ഷ്ണതയോടെ ഇവരെ ശുശ്രൂഷിക്കുകയും ചെയ്യും, ആരാധനയിൽ പ്രാർത്ഥിക്കും. പിന്നെ ഓരോ ദിവസവും അന്നു വേണ്ട ദൈവപരിപാലനം നമുക്ക് ദിവ്യാന സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമായി നടന്ന് ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഒരു നേരം ഭക്ഷണം ഇല്ലാണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും ചാപ്പലിൽ കൈ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഗേറ്റിലൊരു ബെല്ലടി കേട്ടു. നോക്കുമ്പം പോസ്റ്റ്മാൻ കൊണ്ട് ഒരു ഡ്രാഫ്റ്റ് ഇടുവാണ് 25,000 രൂപയുടെ. ഒരാൾ കൊണ്ട് കുറച്ച് കപ്പ കയറ്റിയിട്ട് പോയി. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായി. ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ചുകൊണ്ടിരിക്കും. അവിടെ പിന്നെ ഞങ്ങൾക്കൊരു സംശയമില്ല. ഈ ഡൽഹിയിൽ അവിടെ ഈ ഇതൊക്കെ നടക്കുമ്പോഴും അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒത്തിരി മറ്റ് മതങ്ങളിലുള്ളവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും എതിർപ്പുകളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായോ? ഇല്ല, ഇതുവരെ. കാരണം അവരുടെ നിന്ന് വളരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ വാതിക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഇവർ ചില രോഗികളെ ബെഡില്ലാത്തവർ പുറത്തെടുത്ത് കളയും. സബ്ദജിങ് വലിയ ഹോസ്പിറ്റലിലൊക്കെ റോഡിൻ്റെ നടുക്കൊക്കെ ഇത്രയേറെ രോഗികൾ കിടക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ രാവിലെ ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് പോയപ്പം ഒരു ദിവസത്തിൽ ഒരു മനുഷ്യന് ഞാനിങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ആ മനുഷ്യൻ്റെ കാല് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് വീണ്ടും ഞാൻ സ്കൂട്ടറിൽ, അന്ന് വണ്ടിയിലായിരുന്നു, സ്കൂട്ടറിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് വീണ്ടും എനിക്ക് വീടുകളില്ലാത്തതുകൊണ്ട് ആ റോട്ടിൽ തന്നെ കൊണ്ട് കടത്തി. അങ്ങനെ കടത്തിയതെല്ലാം മറ്റൊരു അവിടുത്തെ ഒരു ഹിന്ദുവായ മനുഷ്യൻ കണ്ടു. പുള്ളി എന്നെ വിളിച്ചു. എന്നിട്ട് ഞാൻ ആ പുള്ളി ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നതെല്ലാം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളുടെ ഹൗസിൽ വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യം. പുള്ളി എല്ലാ മാസവും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ കാര്യങ്ങളെല്ലാം റേഷൻ കംപ്ലീറ്റും ഈ ഹിന്ദുവായ മകൻ അവിടെ കൊണ്ടുതരുകയുണ്ടായി. പുള്ളി അവിടെ എത്തിക്കും. അപ്പം ഇതൊരു മതപ്രചരണമൊന്നും അല്ല, മതം മാറ്റിക്കുന്ന പരിപാടിയൊന്നും അല്ല എന്നവർക്ക് ബോധ്യമായി. അവർ വളരെ സന്തോഷത്തോടെയും വളരെ അവൻ ഒരു വീണ്ടും വേണ്ട സ്ഥലം മേടിക്കാനും ബിൽഡിങ്ങിനുള്ള സഹായം ചെയ്യാമെന്നവർ പറഞ്ഞു. പക്ഷെ പിന്നീട് അതിലേക്ക് പോയില്ല. എങ്കിലും എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു ഹോൾസെയിൽ കട ഞങ്ങൾക്ക് പറഞ്ഞേക്കുക, അവിടെ ചെന്ന് ആവശ്യമുള്ളത് മുഴുവൻ മേടിക്കാം. അങ്ങനെ വലിയ സപ്പോർട്ട് നമുക്കുണ്ടായി. കാരണം നമ്മൾ ഈ പാവങ്ങളെ സഹായിക്കുന്ന ആ ഒരു ശുശ്രൂഷ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി. അപ്പോൾ നമ്മൾ വരുന്നവരെല്ലാവരും ആരാധന ഇരിക്കുക, ശുശ്രൂഷ ചെയ്യുക, ഇത് രണ്ടും കൂടെ ബന്ധപ്പെട്ടപ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കരമായ മാറ്റമുണ്ടായി. ഇന്ന് അവരെല്ലാം ഇപ്പോഴും നല്ല നവീകരണത്തിലും പ്രാർത്ഥനാനുഭവത്തിലും അവിടുന്ന് കിട്ടിയ ചൈതന്യം ഇപ്പോഴും ഉണ്ട്. ഒരു 100-ൽ 98 പേരുമുണ്ട്. 1-2 പേരോ ഇച്ചിരി ഒത്തിരി അല്ലെങ്കിലും 98ഓളം പേരും നല്ല സജീവമായ കൃപയിലാണ്. ദിവ്യാനത്തിൽ നിന്ന് കൃപ കിട്ടിയവരെല്ലാം. അപ്പോൾ നമ്മൾ ദിവ്യാന ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് വളരെ ഒരു ടച്ചിങ്, ധ്യാനത്തിലൊക്കെ വെച്ച് കറണ്ട് അടിക്കുന്ന അനുഭവം. ഈ ദിവ്യാന ധ്യാനത്തിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അവർ ശുശ്രൂഷ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് കറണ്ട് അടിച്ച് ഈശോ തൊട്ടുന്ന ഭയങ്കര അനുഭവം ഉണ്ടായി. പിന്നെ അവരെല്ലാം മറന്ന് ചെരുപ്പ് ഉപേക്ഷിച്ച് തന്നെ സഹോദരിമാരുണ്ടായിരുന്നു മുഴുവൻ സമയം ഈ ചൂടത്തും തണുപ്പത്തും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടിട്ട് പിന്നെ ആർക്കൊന്നും പറയാനില്ല. അവർ തന്നെ നമ്മൾ വേണ്ട എല്ലാം സഹകരണം ചെയ്തു തരും. ഈ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ തിരക്കിട്ട് നടക്കുമ്പോഴും ആ സമയത്ത് അങ്ങ് വിവാഹം കഴിച്ചിരുന്നോ? ഇല്ല, ഇതിനെല്ലാം ശേഷമാണ്. ഓക്കെ, നമുക്ക് ബ്രദറെ അങ്ങയുടെ കുടുംബജീവിതത്തിലേക്കും അതിനോട് അനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.